അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകരായ ജ്യേഷ്ഠാന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ നല്ല ഒരു അനുഗ്രഹീതമായ ഒരു സാഹചര്യത്തിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഡല്ലൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഈ വഴി ആരും കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിൽക്കണം. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധം തലയുയർത്തി നിൽക്കുന്ന ഈ സുന്ദരമായ മസ്ജിദും അതിനോടനുബന്ധിച്ചുള്ള ഈ മദ്രസ കെട്ടിടം, പള്ളി നേരത്തെ ഭംഗിയായി പുതുക്കിപ്പണിത്, മദ്രസയിലും പുതുക്കിപ്പണിത്, ക്ലാസ് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരാദ്യത്തെ പരിപാടി നമുക്ക് തുടക്കം കുറിക്കാൻ ഈ മദ്രസയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് തുടങ്ങാനായി യാദൃശ്ചികമാണെങ്കിലും ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനങ്ങളൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾക്ക് കരുത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും കെ പി ഹാജി സാഹിബ് ഇവിടെ സ്ഥലത്തില്ല, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഇരുത്തി പ്രശംസിക്കാവുന്നു. അദ്ദേഹം നമ്മുടെ വലിയൊരു പിൻബല. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയ മലയാളികൾക്ക് നേതൃത്വം നൽകിയ മഹാനായ റയീസ് മഹത്തുമയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷംസുൽ ഇ.കെ. ഉസ്താദ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ തൊട്ട് നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുമായും സാദാത്തുക്കളുമായും വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു വല്ലാത്ത നേതൃ കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹമാണ് നമ്മുടെ ഗൂഡല്ലൂരിന്റെ ഐശ്വര്യം. അള്ളാഹു ഒരുപാട് ആയുസ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ അതിന്റെ ഘടകങ്ങൾക്കും ശക്തി പകർന്നുകൊണ്ട് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിനും നമ്മുടെ യുവാക്കൾക്കും ഉലമാക്കൾക്കും നമുക്കുമൊക്കെ തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ ആരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് വാദി തൈബയിൽ ഫെബ്രുവരി 14, 15, 16 തീയതികൾ നടക്കുമ്പോൾ അത് വിജയിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒക്കെ നമുക്കറിയാം. ബഹുമാന്യനായ കെ പി ഹാജി സാഹിബ് തന്റെ ആശംസാ പ്രസംഗത്തിലെ 3-4 മിനിറ്റുകൾ പ്രചരണ രംഗത്ത് നമ്മൾ വളരെ കാലം ആലോചിച്ചുണ്ടാക്കാൻ സാധിക്കാവുന്ന ഒരു നല്ല പദ്ധതി നമുക്ക് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊക്കെ നടപ്പാക്കി സമ്മേളനം ഒരു വലിയ വിജയമാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും ആ ആദർശത്തിൽ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ അതിന്റെ കീഴ്ഘടകങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊരു കാലഘട്ടത്തിൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ അക്കാലഘട്ടത്തിലെ ആദരണീയരായ വലിയ വലിയ മഹാന്മാർ, കേവലം പണ്ഡിതന്മാർ സാദാത്തുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അത്ര വലിയ മഹാന്മാർ ഈ സംഘത്തിന് രൂപം നൽകാനുള്ള അടിസ്ഥാനപരമായ കാരണം
നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമുക്കിടയിൽ 14 നൂറ്റാണ്ട് കാലമായി നിലനിന്നു വരുന്ന ഈ പൂർവകാല ദീനിന്റെ ആ ഒറിജിനൽ മാർഗത്തിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ആ സംശുദ്ധമായ ദീനിൽ ചിലത് വെട്ടിമാറ്റാനും ചിലത് സ്വന്തം വക അഡീഷണലായി കൂട്ടിച്ചേർക്കാനും ശ്രമിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്ന പശ്ചാത്തലമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ തൗഹീദ് പ്രസ്ഥാനം എന്ത് പേരിട്ടാലും ശരി, തമിഴ്നാട്ടിൽ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്, അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ തനിമ നഷ്ടപ്പെടും, നമ്മൾക്ക് വികൃതമായ മറ്റൊരു മാർഗത്തിൽ കടന്നുപോകും, അത് ക്രമാനുഗതമായി ദീനിൽ തന്നെ തെറിച്ചു പോകുന്ന ഒരു റൂട്ടിൽ എത്തിച്ചേരുമെന്ന കാര്യം തീർച്ചയാണ്. അതാണ് ഇവിടെ കണ്ടതും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോയ പലരും മുജാഹിദിൽ ഉറച്ചു നിന്നിട്ടില്ല. അവർ പതുക്കെ പതുക്കെ ചേകരൂർ പ്രസ്ഥാനത്തിലേക്ക് പോയ ധാരാളം ആളുകളുണ്ട്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖാദിയാനി പ്രസ്ഥാനം, ഇതൊക്കെ കുഫറിന്റെ പ്രസ്ഥാനങ്ങളാണ്. അങ്ങോട്ട് പോയ ആളുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഗൗരവകരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ വൈകൃതങ്ങൾ എന്ത് എന്ന് മുസ്ലിം സമൂഹത്തിന് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്ത് രംഗത്ത് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായി സമസ്ത നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി സമസ്തയുടെ ആദർശം നമ്മുടെ ആളുകൾക്കിടയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിനെ പിളർക്കാൻ എന്ന് പറഞ്ഞാൽ പോലെ തകർക്കാൻ സമസ്തയുടെ 9 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്ന സത്യം. ഇന്ന് ഈ പറയുന്ന തൗഹീദ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന സലഫി പ്രസ്ഥാനം പിളർന്നിരിക്കുകയല്ല, വിവിധ കക്ഷികളായി തമ്മിൽ ചിഹ്നിച്ചതിൽ തമ്മിലടിച്ചുകൊണ്ട് പരസ്പരം മുശ്രിക്കുകളും കാഫിറുകളുമാക്കി ആരോപിച്ചുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈന്യമായ ദൃശ്യമാണ് മലയാളികൾ അധിവസിക്കുന്ന എല്ലാ മേഖലകളിലും. അത് കർണാടകയുടെ ഭാഗമായിരുന്നാലും തമിഴ്നാടിന്റെ ഭാഗമായും കേരളത്തിലായിരുന്നാലും ശരി നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കരുവാരക്കുണ്ട് ഭാഗത്തുള്ള ഒരു മുജാഹിദ് സലഫി പള്ളി, ആ പള്ളി ഏത് ഗ്രൂപ്പ് ഖുതുബ നടത്തണം തർക്കായി നിറയെ തർക്കം അത് പിടിപ്പിക്കാം. ആ 2, 3, 4, 5, 6 ഗ്രൂപ്പൊന്നുമില്ല. ശരിക്കും ഔദ്യോഗിക ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് പേരിൽ അവിടെ ഉണ്ട്. മടവൂർ ഗ്രൂപ്പ് എന്ന പ്രബലമായ മറ്റൊരു ഗ്രൂപ്പ് വേറുണ്ട്. ഒക്കെ ആശയങ്ങൾ വ്യത്യസ്തമാണ്. 3ാമത് ജിന്ന് ഗ്രൂപ്പ് എന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ മുജാഹിദിൽ അണിനിരന്ന 3ാമത്തെ ഗ്രൂപ്പുണ്ട്. അപ്പുറത്ത് കുറച്ച് സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. എത്ര പാർട്ടികൾ അവരുടെ കൂട്ടത്തിലേക്ക് തോന്നുന്നത്. അവർ നടത്തുന്ന കോളേജിൽ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കാണാം, നമ്മൾ ഇറങ്ങുമ്പോ ചുരമിറങ്ങിയാൽ കാണാം. അവർ നടത്തുന്ന കോളേജിൽ പെൺകുട്ടികൾക്ക് വരണമെങ്കിൽ മുഖം മറച്ചിട്ടേ വരാൻ പറ്റൂ. അവിടെ റോഡ് കൂടെ ഇങ്ങനെ പെൺകുട്ടികൾ, മുഖം മറച്ച പെൺകുട്ടികൾ നടക്കുന്ന കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു കാലത്ത് നിഷേധിച്ചിരുന്ന ആളുകൾ ഒറ്റ മുട്ടിക്ക് മാറിയിരിക്കുക. മന്ത്രവും ഉറുക്കും നൂലും ജിന്നിനെ അടിച്ചടക്കലും ശൈത്താനടക്കലും ഇമാതിരി പരിപാടികൾക്ക് മുൻഗണന കൊടുക്കുന്ന വേറൊരു ഗ്രൂപ്പിലേക്ക്. മറ്റൊരു ഗ്രൂപ്പ് ശരിക്കും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം പോലുള്ള ഹദീസുകൾ പോലും നിഷേധിച്ചുകൊണ്ട് ചേകരൂർ പ്രസ്ഥാനവുമായി അടുത്തു നിൽക്കുന്ന വേറെ ഗ്രൂപ്പുണ്ട്. മറ്റൊരു ഗ്രൂപ്പുണ്ട് സംഘടന രൂപീകരിക്കൽ പ്രവാചകന്റെ കാലത്തില്ലാത്ത പിതാത്താണ്, അതുകൊണ്ട് പിതാത്തായതുകൊണ്ട് സംഘടന പാടില്ല എന്ന സംഘടന രൂപീകരിച്ച വേറെ ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ നിറയെ പാർട്ടികളാണ് ഉണ്ടായത്. ഇത് തമ്മിൽ ചില്ലറ പ്രശ്നം കാണും. മുസ്ലിക്കാക്കി യാതൊരു അഭിപ്രായം സാധിക്കില്ല. ആ മറ്റേ കക്ഷി മുസ്ലിക്കാണ്, ഇവര് മുസ്ലിക്ക പേരെടുത്ത് അവർ ഒരുപാട് ചേഞ്ചാണ്. ഇപ്പൊ നാരിയത്ത് സ്വലാത്ത് ശിർക്കാണ് എത്രയും പ്രസംഗിച്ചത്. ഇപ്പൊ നാരിയത്ത് സ്വലാത്ത് ശിർക്കാനാണ് സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമ്മിൽ. ആ നിലയിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഇവര് ചേരി തിരിഞ്ഞത് തുടർന്ന് സർവ്വ പള്ളികളും പ്രശ്നം. പോലീസുകാർക്ക് ഭയങ്കര പ്രശ്നമാണ് കേരളത്തിലൊക്കെ. ഇപ്പൊ ഈ അവർക്കല്ലോ കരുവാരൂർ പള്ളിയില് ഖുതുബ ഏത് ഗ്രൂപ്പാ നടത്തേണ്ട പ്രശ്നം വന്നു. അവസാനം SI പറഞ്ഞു നറുക്കിട്ടോളി വന്നു. എത്ര ഗ്രൂപ്പാ നോക്കിയിട്ട് അങ്ങനെ SIയുടെ മധ്യത്തിൽ നറുക്കിട്ടു. നറുക്ക് കിട്ടിയ ജിന്നിന്റെ ഗ്രൂപ്പിനാണ്. അത് ഖുതുബ നടത്തുന്ന അന്ന് രാവിലെയാണ് നറുക്ക്. അപ്പൊ ജുമാക്ക് പോരാൻ തീരുമാനിച്ച ആൾക്കാർക്ക്
ജിന്ന് ഗ്രൂപ്പ് കുത്തുവാർക്കുള്ള കുറെ മറ്റേ ഗ്രൂപ്പ് നമ്മൾ സുന്നിപ്പള്ളിക്ക് പോയി. ഇങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കാം. ഞാൻ സൂചിപ്പിച്ചത് അന്ന് 8-9 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മഹാത്മാക്കളായ നായകന്മാർ തുടങ്ങി വച്ച ഈ സമരം അത് വിജയകരമായ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് തികക്കുന്നതിന് മുമ്പ് ചരിത്രത്തിന്റെ ഭാഗമാവും. കാര്യം അങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല, വളരെ ദയനീയമാണ്. അവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ പറഞ്ഞതും പ്രചരിപ്പിച്ചതും എഴുതിയതും ഇന്ത്യൻ ഗവൺമെന്റ് അനിസ്ലാമിക് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനുമായി സഹകരിക്കൽ ശിർക്കാണ്, മുശ്രിക്കാണ്. അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ശിർക്ക്, വോട്ട് ചെയ്യൽ ശിർക്ക്, ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ശിർക്ക്, കോടതിയിൽ കേസ് കൊടുക്കൽ ശിർക്ക്, സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കൽ ശിർക്ക്, കോളേജുകൾ പഠിപ്പിക്കാൻ പറഞ്ഞേക്കൽ ശിർക്ക്, സ്ഥാപനങ്ങൾ സ്വന്തം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാനേജ്മെന്റിലേക്ക് നടത്തൽ ശിർക്ക്, ഇതെല്ലാം ശിർക്ക് എന്ന് പഠിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി. ഇന്നിപ്പോൾ ആ ശിർക്ക് എന്ന് പറഞ്ഞ ഭരണകൂടത്തിൽ പങ്കുപറ്റാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വെൽഫെയർ പാർട്ടിയുടെ പാർട്ടിയുമായി രംഗത്ത് നിന്ന് ശിർക്ക് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ദയനീയമായ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ശിർക്ക് അല്ലാതായെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആശയപരമായി തകർന്നടിഞ്ഞു, അവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം. അല്ലെങ്കിലും നമ്മുടെ ആദർശത്തെ എങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുക? ഇപ്പൊ വിശുദ്ധ റബീഉൽ നമ്മളിവിടെ മൗലിദ് പാരായണം നടത്തി. ഈ മൗലിദിലൊക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രമുഖനായ ആളാണ് ഒ അബ്ദുള്ള. ഞാൻ ചില സുഹൃത്തുക്കളും അദ്ദേഹവുമായി യാദൃശ്ചികമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരിച്ചിരിക്കേണ്ടി വന്നു. വ്യക്തി സംസാരത്തിൽ സത്യങ്ങൾ ഞാൻ തുറന്നു പറയുമല്ലോ. അതെങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മാനുഷ്കരെ കുറിച്ച് പറഞ്ഞു. മാനുഷ്കരൊക്കെ നല്ല മനുഷ്യരാ, ഫത്ഹുൽ മുഈനിലൊക്കെ പോലെ നിഷ്കളങ്കമായ ജീവിതം നയിച്ച് മരിച്ചുപോയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് നബിതങ്ങൾക്ക് ആർക്കാണ് എതിർക്കാൻ സാധിക്കുക? നബിതങ്ങൾ ജനിച്ച ഈ മാസം അള്ളാഹുവിന്റെ ദീന്റെ പ്രബോധനത്തിന് റസൂലുള്ളാഹിന്റെ മഹത്തരങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചില്ല എന്ന് പറഞ്ഞ് നബിതത്തിന് ശരിവെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നബിതന ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDF എന്ന അപ്പുറത്തുള്ള ആൾക്കാരാണ്, അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായി ഈ ആദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും നബിദിന പരിപാടികൾക്ക് ആർക്കാണ് വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ എതിർക്കാൻ സാധിക്കുക? നബിദിനവുമായി ബന്ധപ്പെട്ട് ഇവരുന്നയിക്കുന്ന ഒരു 100 കൂട്ടം സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ സംശയം അവർ പറയും, പ്രവാചക സ്നേഹം വേണം, മഹബത്ത് വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രവാചകരെ സ്നേഹിക്കാനുള്ള പ്രവാചകരെ പിൻപറ്റലാണ്, പ്രവാചകൻ പറഞ്ഞതനുസരിക്കൽ. അല്ലാത്ത പ്രവാചക സ്നേഹം കണ്ടിട്ട് എന്താ കാര്യം? അങ്ങനെ സ്നേഹമൊന്നുമില്ല. തങ്ങൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാചക സ്നേഹം വാസ്തവ വിരുദ്ധമാണ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ്. പ്രവാചക സ്നേഹം എന്ന പ്രവാചകർ പറഞ്ഞത് കേൾക്കാനല്ല, കേൾക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്. ആ കാര്യം നമ്മൾ അകക്കാവ് മനസ്സിലാക്കണം. സ്നേഹം എന്നൊരു വികാരം, കോപം എന്നൊരു വികാരം, വെറുപ്പ് എന്ന വികാരം, അത് മനസ്സിന്റെ അടിത്തട്ടിൽ കുടികൊള്ളുന്ന ഒരു വികാരമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ, തങ്ങളോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞ് കേൾക്കുന്നത് വേറെ കാര്യം. അല്ല, പറഞ്ഞത് കേൾക്കലല്ല സ്നേഹം. അപ്പൊ നമ്മുടെ ചായ കമ്പനി എടുക്കാം. ആ കമ്പനിയിൽ മാനേജറുണ്ട്, ഒരുപാട് സ്റ്റാഫുണ്ട്. മാനേജർ സുപ്രഭാതത്തിൽ പറഞ്ഞു, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് 4 മണിക്ക് പോരേണ്ടതാണ്. ഇന്ന് 6 മണി വരെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും പോകാൻ പാടുള്ളൂ. മാനേജർ പറഞ്ഞ ഓർഡർ എല്ലാവരും അനുസരിക്കും, സ്റ്റാഫൊക്കെ. പക്ഷെ അവർ പരിപാടികളൊക്കെ താഴെ തെറ്റിയിട്ടുണ്ടാവും. ഞാൻ 4 ഇന്ന സ്ഥലത്ത് നോക്കി, ഇന്ന സ്ഥലത്ത് പോകണം, എല്ലാവർക്കും തെറ്റിപ്പോയി. മാനേജറോട് എല്ലാവർക്കും വെറുപ്പുണ്ടാവും. പക്ഷെ മാനേജർ പറഞ്ഞതെല്ലാവരും കേൾക്കും, കാരണം ജോലി ബാധിക്കാൻ പാടില്ലാതാണ്. ആ പറഞ്ഞത് കേട്ടു എന്ന് വിചാരിച്ച് സ്നേഹം ഉണ്ടായിക്കോണം. സത്യല്ലേ? നമുക്ക് ഹബീബായ തങ്ങളോട് വേണ്ടത് മഹബത്താണ്, ആത്മാർത്ഥമായ സ്നേഹം. അതാണ് ഈ സകലമായ ഹദീസുകൾ പഠിപ്പിച്ചത്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ
മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആളുകളെ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ എന്നാൽ എന്റെ ജീവന്റെ ജീവനാണ്. എന്റെ ഉമ്മയില്ലാത്ത ജീവൻ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ ഉമ്മ ഒരിക്കൽ പോലും ദിവസത്തിൽ കാണാതിരിക്കാൻ കഴിയില്ല. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ടെലഫോണിൽ പോലെങ്കിലും ബന്ധപ്പെടാതെ എന്റെ ഉമ്മയുമായി കണക്ട് ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ ഉമ്മയെല്ലാം എന്റെ ദൗർബല്യമാണ്. പക്ഷേ നബിയെ, അങ്ങ് എന്റെ ഉമ്മയാണോ? എന്റെ ഉപ്പ എന്നാൽ എന്റെ വാത്സല്യ വിധിയാണ്. പക്ഷേ എന്റെ നബിയെ, അങ്ങ് എന്റെ ഉപ്പയുടെ സ്ഥാനത്താണോ? അല്ല നബിയെ, എന്റെ ഉമ്മയേക്കാൾ എന്റെ ഉപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയുടെ അധ്യാപനം എന്ന പ്രസിദ്ധമായ തങ്ങൾ പറഞ്ഞ ആത്മാർത്ഥമായി സ്നേഹിക്കണം. തങ്ങൾ എത്ര സ്നേഹിക്കണം എന്നാണ് അതിന്റെ അതിർത്തി പറഞ്ഞതാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങളും ഉമർ ഫാറൂഖ് തങ്ങളും ഒരു വഴിക്ക് ഇങ്ങനെ പോകാൻ, രണ്ടുപേരും സംസാരത്തിന് പോകുമ്പോ അറിയാതെ ഉമർ തങ്ങൾ തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞാൽ തഹബുലയുള്ളി നബി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും നിന്നാണ് എനിക്ക് ഇഷ്ടം. സിന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എനിക്ക് പ്രധാനമാണ്. കളങ്കല്ലാതെ പറഞ്ഞ അല്ലാതെ റസൂൽ ലായ ഉള്ളത് ഉമർ എങ്ങളിപ്പോ യഥാർത്ഥം ഉപയോഗിക്കില്ല. നിങ്ങളെക്കാൾ കൂടി ഞാനായിരിക്കും നിങ്ങൾക്ക് പ്രിയങ്കൻ. അപ്പഴേ മുമ്പിലാവുള്ളൂ. ഉടനെ മുമ്പ് നിങ്ങൾ തിരുത്തി ഹത്താമു നഫ്സി, എന്നേക്കാൾ കൂടുതൽ കൂടി നിങ്ങളുടെ എനിക്ക് മഹബത്ത് അൽ ആണിയാവുള്ളത്. ഇപ്പോഴാണ് പറയുന്നത് മുഅ്മിനായതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ മഹബത്ത്, സ്നേഹം, അത് മനസ്സിന്റെ അടിത്തട്ടിൽ കുടികൊള്ളുന്ന വികാരാതാണ് നമുക്ക് തങ്ങളോട് വേണ്ടത്. മഹബത്ത് സ്വഹാബത്തിനും താപര്യങ്ങൾക്കും ഏത് കാലഘട്ടത്തിൽ കടന്നുപോയ മഹാന്മാർക്കും ആ മഹബത്താണ്. ചരിത്രത്തിൽ കാണാം, ഉഹദ് യുദ്ധം കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ മടങ്ങി വരാം. ഉഹദ് യുദ്ധം മുസ്ലിം സമൂഹത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിച്ച യുദ്ധമാണ്. പരാജയത്തിന്റെ ചില ഭാഗങ്ങൾ രുചിച്ച ഒരേ ഒരു യുദ്ധം. എന്നാൽ വർദ്ധിതമായ ആവേശത്തോടെ ഉഹദ് പോയത് ബദറിൽ ധീരമായ വിജയകരമായ ചെറുത്തുനിൽപ്പ് നടത്തി നല്ല അന്തസ്സാണ് നിലയാ ഉഹദിൽ പോയത്. പക്ഷെ ഉഹദിൽ നിന്ന് വാർത്ത ഇങ്ങനെ പരക്കാം. ടി വി ഒന്നുമില്ല, ഫ്ലാഷ് ന്യൂസ് വരാൻ. പക്ഷെ പറഞ്ഞു കേൾക്കുന്നുണ്ട് വാർത്തകൾ, പെണ്ണുങ്ങളും കുട്ടികളും കാര്യമായി എന്തോ സംഭവിച്ചു കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാർ ഷഹീദായില്ല പറഞ്ഞത്. അല്ലാതെ റസൂലും പോയി എന്നാ കേൾക്കുന്നത്. ഇങ്ങനെ കിംവദന്തി ഇങ്ങനെ പരന്ന് ഭയങ്കര ആശയം. ആളുകൾ ജെട്ടി ഉറച്ചു നിൽക്കുക, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരൊക്കെ നിൽക്കുക. ഒരു യുവതി ഹദീസിൽ അൻസാരിയായ യുവതി പുറത്തിറങ്ങി നിൽക്കുക. അവിടുന്ന് ആരെങ്കിലും ഒരു കുട്ടികൾ വന്നാലും വിവരം കിട്ടിയേക്ക് ഒരു ജസ്റ്റ് ഒരു വിവരം. ഒരാളെങ്ങനെ കടന്നു വരുന്നുണ്ട്, യുദ്ധത്തിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരാതെ. ആ സുഹൃത്തിനോട് ഈ സഹോദരി ചോദിച്ചു, വഴിയിൽ നിൽക്കുന്ന സഹോദരി ഒരു ചെറുപ്പക്കാരെ പഠിപ്പിക്കുക, മാ ഫുഴലത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയും. അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, എന്ത് മറുപടി പറയണം? സഹോദരി, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു, ഷഹീദായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാ ഫുഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി പറയും? ആ സഹോദരൻ എങ്ങനെ പറയും? അടച്ചടച്ചു കൊടുത്തു പറഞ്ഞു, മറ്റൊരു ദാരുണമായ സംഭവം കൂടി സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രിയപ്പെട്ട വാത്സല്യയായ ആ സഹോദരൻ ഇന്നാലില്ലാതെ വൈകുന്നേരം റാഡിയോ പതറുന്നില്ല.
അടുത്ത ചോദ്യം, മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കളിക്കുന്ന ചോദ്യം വികാരഭരിതമായി റസൂലിന്റെ റസൂലിനെ പറ്റി പറയും. ആ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ മറ്റൊരു ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രിയപ്പെട്ട പ്രിയതമൻ, നിങ്ങളെ ഭർത്താവും രക്തസാക്ഷിയായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണം, ഒരു സ്ത്രീ ഈമാന്റെ കെട്ടി സഹോദരൻ സ്വന്തം ഭർത്താവും പോയി, എന്നിട്ടില്ല റസൂലുള്ളാഹിക്ക് എന്ത് പറ്റിയെന്നാണ് ഇവിടെ പകർന്നില്ല. അത് അറിഞ്ഞിട്ടേ സമാധാനം. അത് പറഞ്ഞു റസൂലുള്ളാഹി വല്ലാഹി ബിഖൈർ കമാ തുഹിബ്ബീൻ. റസൂലുള്ളാഹിക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, റസൂലുള്ളാഹി എനിക്ക് കാണണം. അപ്പോഴേ ആളുകൾ ആ കൂട്ടം കൂടി വരുന്നുണ്ട്. ആ സംഘത്ത് റസൂലുള്ളാഹിനെ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അവർ പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഏത് വിപത്തുമെങ്കിൽ നിസ്സാരമാണ് എന്ന് പ്രഖ്യാപിച്ച ആ സ്വഹാബി വനിത റസൂലുള്ളാഹിയുടെ സാന്നിധ്യമുണ്ടോ? ഭർത്താവ് പ്രശ്നമല്ല, ഉപ്പ പ്രശ്നമല്ല, ആങ്ങള പ്രശ്നമല്ല. ആ സ്നേഹത്തിന്റെ ബഹിർപ്രകടനമാണ് നമുക്ക് ഈ മൗലിദ് പാരായണം ചെയ്യാനും തങ്ങളുടെ പേര് നിരന്തരത്തോടെ തെളിച്ച് പലതും ചെയ്യാനും സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സുന്നിക്കുള്ളത്. അതാണ് മറ്റു പാർട്ടിക്കാർക്ക് ഇല്ലാത്തതും. അതാണ് പല ആരുമില്ലല്ലോ. നമ്മളൊരു മജിൽസാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ചരിത്രം വികാര സാന്ദ്രമായി അവതരിപ്പിച്ചാൽ ആളുകൾ കണ്ണുകൾ ഇങ്ങനെ കലങ്ങുന്ന ആൾക്കാർ, കണ്ണുന്ന് വെള്ളം ഇങ്ങനെ വരും. നല്ല റസൂലുള്ളാഹിയുടെ ചരിത്രം ഒരാളെ കണ്ണു പോലും കലങ്ങില്ല. അവിടെ മഹബത്തിന്റെ പ്രശ്നം. മഹബത്ത് മനസ്സിലാ സ്നേഹം ഉണ്ടെങ്കിൽ കണ്ണുകൾ ഇറങ്ങും. ആ മഹബത്ത് പ്രധാനം തന്നെയാണ്. ആ മഹബത്ത് ഉണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞനുസരിച്ച് നമ്മൾ ചെയ്യും, ഉറപ്പല്ലേ. അല്ലാഹു ആ മഹബത്തിനും അതുവഴി തങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കാനും നാം ഇവർക്ക് തൗഫീഖ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചതും ഒരു ദിവസം റബീഉൽ അവ്വൽ 12, വഫാത്തായതും റബീഉൽ അവ്വൽ 12. പിന്നെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കൃത്യമായ നിയമമുണ്ട്. ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ദുഃഖിക്കാൻ പാടില്ല. ഫൗക സലാത്തി അയ്യാം, 3 ദിവസത്തിലധികം 3 ദിവസം ദുഃഖവും ഇല്ലാതെ. ഭർത്താവ് മരിച്ചാലൊഴികെ ഭാര്യയ്ക്ക് ദുഃഖിക്കാൻ 40 അശ്ഹുർ വ അശ്റ, 4 മാസവും 10 ദിവസവും ഭാര്യയ്ക്ക് ദുഃഖം. അവർക്ക് ഈ ലോകത്തേക്ക് നിയുക്തനായതിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുന്റെ റഹ്മത്ത് അള്ളാഹുന്റെ റസൂലുള്ളാഹിയുടെ റഹ്മത്ത്, ആ കാരുണ്യം കൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, മുഅ്മിനുകൾ സന്തോഷിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സന്തോഷിക്കണം. അള്ളാഹുന്റെ റസൂൽ നിയോഗിതനാണ്. എക്കാലത്ത് നമ്മൾ സന്തോഷിക്കാൻ ബാധ്യസ്ഥരാണ്. മറ്റൊരു സംശയം ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തൊക്കെ മൗലിദ് പാരായണത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് നടത്തിയ മൗലിദിന്റെ പേരെന്ന് പറയും, ആയിഷ ബീവി ചൊല്ലിയ മൗലിദിന്റെ പേരെന്ന് പറയും. ഇങ്ങനെ 100 ചോദ്യങ്ങളാണ്. അവൾ തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആയിഷ ബീവി ചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയാണ്. അബൂബക്കർ സിദ്ദീഖ് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അബൂബക്കർ സിദ്ദീഖ് ഓതിയ ഹദീസിന്റെ കിതാബ് എന്ന് പറയും ബുഖാരി, മുസ്ലിം ഏതേ ഓതിയത്. എന്താണ് ഖുർആൻ കഴിഞ്ഞ ഒരു പ്രധാന ഹദീസല്ലേ. ആയിഷ ബീവി ഓതിയ ഹദീസിന്റെ കിതാബിന്റെ പേരെന്ന് പറയുന്നാൽ അവരിങ്ങനെ വിളിച്ചു നിൽക്കും. ഒരു കിതാബിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവർ ലാസ്റ്റ് അറിയുന്ന ആൾക്കാരാണ് മറുപടി പറയുന്നത്. ഇല്ല, അന്ന് ഹദീസിന്റെ കിതാബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, അവരുടെ ഓതിയില്ല. നടന്ന ആൻസർ. അന്ന് മൗലിദിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആ മൗലിദിന്റെ കിതാബ് ഓതിരാന്ന്. മൗലിദിന്റെ ഉള്ളടക്കോ പ്രവാചക പ്രകീർത്തനം നടത്തിയിട്ടുണ്ടോ? ധാരാളം തെളിവുകൾ കൊടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ ഗദ്യമായും പദ്യമായും പ്രകീർത്തിച്ച എത്ര സംഭവങ്ങളാണ് ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്. നസായി റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ ഹദീസ് ഞാൻ ഗദ്യമായി തന്നെ പ്രകീർത്തിച്ച് പറയാം. അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിന്റെ ഒരു സദസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഒരു ഹൽക്ക വട്ടം കൂടി ഇരുന്ന് ഒരു സംഘങ്ങൾ ഇരിക്കുക. വേറിട്ട് തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മാ അജലസക്കും, എന്താ അവിടെ ഇരുന്ന് ചെയ്യുന്നത് പറയുക. സ്വഹാബികൾ പറഞ്ഞു, അഹ്മദുല്ലാഹ് വനുസ്നി അലൈഹി അലാ മാ ഹദാന ബിദീനിഹി. നബി, ഞങ്ങൾ അള്ളാഹനെ സ്തുതിക്കണം, ഈ ദീനിലേക്ക് ഞങ്ങൾക്ക് അള്ളാഹു വഴി കാണിച്ചതിലെ അള്ളാഹ്ക്ക് ഹംദും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ സവിശേഷമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ വന്നാ മന്നല്ലാഹു ബിക അലൈനാ,
നിങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ, നിങ്ങൾ ഈ നാട്ടിലേക്ക് ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നതിൽ അള്ളാഹു ഞങ്ങൾക്ക് കനിഞ്ഞേകിയതിനുള്ള ആ നന്ദി, നിങ്ങളുടെ മഹത്വം ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ റസൂൽ ചോദിച്ചു, ആള്ളാഹി മാ ജസമില്ലാതായിരിക്കാം, ഞാൻ കാര്യം ഒരു സത്യം ചെയ്ത് പറയും, അള്ളയാണോ സത്യം, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണോ ഇരുന്നത്? ആള്ളാഹി മാ ജസമില്ലാതെ അള്ളയാണ് സത്യം, ഞങ്ങൾ അതിനു വേണ്ടി മാത്രമായി ഇരുന്നത്. അപ്പൊ അങ്ങനെ റസൂൽ പറയുന്നു, അമ്മാ ഇന്നീലം അസ്തഹ്ലിഫ്കും, ഞാൻ നിങ്ങൾ സത്യം ചെയ്യിപ്പിച്ചത് തെറ്റിദ്ധരിക്കരുത്, തുഹമത്തല്ലക്കും, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല, നിങ്ങളൊക്കെ സത്യവാന്മാരെ എനിക്കറിയാം. അസ്ഹാബി കൊല്ലം മുതലുള്ള സ്വഹാബത്തൊക്കെ നീതിമാന്മാരും സത്യസന്ധരാണ്. അപ്പൊ ഞാനങ്ങ് ഉറപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കാനുള്ള കാരണം, ഇന്ന് വാർത്താൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പൊ കുറച്ചു മുമ്പ് ജിബ്രീൽ എടുക്കൽ വന്നിരുന്നു. ജിബ്രീൽ വന്നിട്ട് ജിബ്രീൽ പറഞ്ഞത് ഇവിടെ സദസ്സുണ്ട്, അവിടെ ചെന്ന് നോക്കിയിട്ട് ഇന്നല്ലാഹു യുബാഹി ബിഹിമുൽ മലായികത, അള്ള മലക്കുകളെ വിളിച്ചിട്ട് നോക്കി എന്റെ ആൾക്കാർ ചെയ്യുന്നത് വല്ലാത്തൊരു അമലാണോ ചെയ്യുന്നത്, നിങ്ങളെ ഈ സംഘത്തെ കുറിച്ച് അള്ളാഹു മലക്കോട് അഭിമാനം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് നേരിട്ട് അറിയാൻ വന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുന്റെ റസൂലിന്റെ പ്രകീർത്തനം നടക്കുന്ന സദസ്സിനെ കുറിച്ച് അള്ളാഹു മലക്കോട് അഭിമാന പ്രകടനം നടത്തുന്നത് സ്വഹീഹായ ഹദീസല്ലേ. പദ്യമായിട്ടോ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ച് എത്ര സംഭവങ്ങൾ പറഞ്ഞാൽ ഒറ്റ സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് 40 വയസ്സിൽ കിട്ടി. 13 കൊല്ലം മക്കയിൽ ജീവിച്ചു, 53 വയസ്സായി. 10 കൊല്ലം മദീനയിൽ ജീവിച്ചു, 63 വയസ്സ് വഫാത്തായി. ഈ 13 കൊല്ലത്തെ മക്കയിലെ ജീവിതം കഴിഞ്ഞ് അവസാനം ഗത്യന്തരമില്ലാതെ പലായനം ചെയ്തോ മദീനയിലേക്ക്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരുമിച്ചാണ് മദീനയിലേക്ക് യാത്ര പോയത്. ഒരാഴ്ച പിടിച്ചു അന്നത്തെ യാത്രയ്ക്ക് നടന്നു. ദുർഘടമായ യാത്ര. ആ മലമ്പാതയിലെ മലയിലൂടെ കല്ലും മുള്ളും കാടും താണ്ടി ആ എരിപൊലി കൊള്ളുന്ന വെയിലത്ത് അവസാനം അല്ലാതെ റസൂൽ മദീനയിലെത്തുക. മദീനയിൽ ഒരുപാട് അനുസാരികൾ അപ്പോഴേക്കും മുസ്ലിമീങ്ങളായിട്ടുണ്ട്. കാത്തിരിക്കുക റസൂലുള്ളാഹിന്റെ റസൂൽ പുറപ്പെട്ടു എന്ന് വരെ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ മൊബൈൽ ഉണ്ടായിരുന്നത് സ്വഹാബികൾ വിളിച്ചുകൊണ്ടേയിരിക്കും, ഗതിയെടുത്തി പൊത്തോ നാളത്തോ ഒരു വിവരാറിയാൻ ചാൻസ് ഇല്ലല്ലോ. എന്നും ഹദീസിൽ പറഞ്ഞത് അവര് ആ ഉഹദ് പർവ്വതത്തിന്റെ മക്കയിൽ നിന്ന് വരുന്ന റൂട്ടുണ്ട്, അവിടെ പോയി കാത്തിരിക്കും. ആപാല വൃദ്ധജനങ്ങൾ കാലത്ത് ഇന്ന് വരുമായിരിക്കും നോക്കുക. പിന്നെ നല്ല ചൂട് പിടിച്ചാൽ തിരിച്ചു പോകും. കാരണം നമ്മുടെ നാട്ടിലെ ചൂടും അല്ല, കടും ചൂടാവിടെ. ആ കൊടും ചൂടിൽ ആർക്കും യാത്ര ചെയ്യാൻ കഴിയില്ല. തങ്ങൾക്ക് നല്ല ചൂടായിരിക്കുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും വിശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും കാണുന്നു. വെയിലിങ്ങനെ കട്ടി കുറഞ്ഞാൽ വരാൻ പറ്റും, ഇനി വരാൻ സാധ്യതയില്ല. അങ്ങനെ കാത്തുനിന്ന് ഒരു ദിവസം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മദീനയിൽ വന്നറിഞ്ഞ എന്താണ് മദീന നിവാസികളുടെ ആവേശം, ആഘോഷം, പടച്ചോനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആഘോഷം. അല്ലാതെ റസൂലുള്ളാഹി ഇറങ്ങി വന്നപ്പോ ദഫ് മുട്ടിയിട്ട് ആപാല വൃദ്ധം ജനങ്ങൾ തങ്ങളെ വരവേറ്റുകൊണ്ട് മൗലിദിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ടാണ് തങ്ങളെ വരവേറ്റ് കൊണ്ടുപോയതെന്ന് ചരിത്രകാരന്മാർ ഏകകണ്ഠമായി രേഖപ്പെടുന്നു. തങ്ങളിങ്ങനെ പ്രകീർത്തിച്ചിട്ട് البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله دار أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار. ഇതാ പൂർണ്ണപൗർണ്ണമി ഞങ്ങൾക്കിടയിൽ ഉദർന്നിരിക്കുന്നു വദാഹെന്ന മലയിടുക്കിലൂടെ. ആ തങ്ങളോട് ഞങ്ങൾ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന കാലത്തോളം. ഇങ്ങനെ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോകുക. ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കാം. അതെങ്ങനെ സെയിം രീതി, സെയിം അർത്ഥം. തലഅൽ ബദ്റു അലൈനാ അർത്ഥം പൂർണ്ണ പൗർണ്ണമി ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. അശറഖൽ ബദ്റു അലൈനാ എന്താ പൂർണ്ണ പൗർണ്ണമി ഇതാ ഞങ്ങൾക്ക് സെയിമാണ്. പദത്തിൽ മാത്രം അശറഖാനും ഇവിടെ അവിടെ പല രണ്ടും അർത്ഥം ഉദിച്ചതാണ്. അശറഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹസ് സുറൂർ. അതേ ആശയം. ഇതിങ്ങനെ ചൊല്ലിങ്ങനെ കൊണ്ടുപോകുമ്പോ തങ്ങളിങ്ങനെ എതിരേറ്റ് കൊണ്ടുപോകുമ്പോ തങ്ങളെ പ്രകീർത്തിക്കുന്നത് ശിർക്കാണ്, അല്ലെങ്കിൽ വിദഅത്താണെങ്കിൽ
തങ്ങൾ കൂട്ടിക്കോ തങ്ങൾ പറയട്ടെ വേണ്ട ഞാൻ തൊഴിൽ തോൽപ്പിക്കാവുന്ന പ്രവാചകന. അത് ശരി, നിങ്ങളിപ്പോ ശരിക്കും വിട്ടിട്ടില്ലല്ലേ, നിർത്തിയാലേ നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ ദയിച്ചു ചേർന്ന ഹദീസ് പറയണം. എന്നിട്ട് ആൾക്കാർ പോണ വഴിക്ക് ഇങ്ങനെ കൂടി നിൽക്കാതെ ഇവിടെ ഒന്ന് കയറും, ഒരു ചായ വെച്ചിട്ട് ഒരു വെള്ളം വെച്ചിട്ട് ഒന്ന് കയറുമോ. അവസാനം തങ്ങളിറങ്ങില്ല. ഈ ഒട്ടകത്തെ നിങ്ങൾ ഒഴിവാക്കില്ല, ഇവിടെ ഇറങ്ങാമെന്ന് പറയണ്ട. ഒട്ടകത്തിനൊക്കെ അള്ളാന്റെ ഭാഗം നിർദ്ദേശം കിട്ടും, എവിടെയാണ് ഒട്ടകം വിട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങാം. നമ്മൾ അത്തരത്തിലെ റൂട്ട് നിശ്ചയിക്കുന്നത്. അവസാനം ആ സഹാബിന്റെ വീട്ടിന്റെ മുറ്റത്താണ് ആ ഭാഗം മൂപ്പരക്ക കിട്ടിയത്, ഒട്ടകം വിട്ടുകുത്തിയത്. തങ്ങളുടെ കാര്യം വിശ്രമിക്കുക. എന്തോ ഒരു സന്തോഷം ആ വീട്ടുകാർക്ക്. അപ്പൊ അടുത്ത വീട്ടുകാർ സന്തോഷം ഉണ്ടോ? ഞങ്ങളുടെ അയൽ വീട്ടിലാണല്ലോ തങ്ങളുടെ സന്തോഷം. എന്നിട്ട് അയൽ വീട്ടിലെ പെൺകുട്ടികൾ ഒരു ഹദീസിൽ കാണാം, സ്വഹീഹ ഹദീസിൽ നബിയോട് ചോദിക്കാൻ, നബി നിങ്ങൾ പ്രകീർത്തിച്ച് പാടട്ടെ, ഇന്നത്തെ ഭാഷ പറഞ്ഞ മൗലിദ് ചൊല്ലട്ടെ എന്നാണ്. തങ്ങൾ ചൊല്ലിക്കോ. കേട്ടാ കുട്ടികൾ പാടുക. ഞങ്ങൾ പതിനഞ്ചാർ ഗോത്രത്തിലെ ഏതാനും പെൺകുട്ടികളാണ്. യാ ഹബ്ബദ മുഹമ്മദും ബിൻ ജാരി, മുഹമ്മദിനെ ഞങ്ങൾക്ക് അയൽക്കാരനായി കിട്ടിയതോ എന്തുമാത്രം സന്തോഷം ആഹ്ലാദം. അപ്പൊ കുട്ടികൾ പറഞ്ഞ് നിർത്തിയാണ്. നിർത്തുന്നത് എന്തെങ്കിലും ചോദിക്കാൻ കാരണം നിങ്ങൾ പാടാൻ തുടരാൻ നിൽക്കട്ടെ. ഒരൊറ്റ സംശയം, ആ തൊഴിലുപേര് മക്കളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് സ്നേഹിച്ചിട്ടാണോ നിങ്ങളിങ്ങനെ പ്രകീർത്തിച്ച് പാടുന്നത് ചോദിച്ചു. നിഷ്കളങ്കരായ കുട്ടികൾ പറഞ്ഞു, ഞാൻ അതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് പാടുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അല്ലാഹു റസൂൽ കൊടുത്ത മറുപടി എന്താ? വല്ലാഹു അന്ന ഖൽബി യുഹിബ്ബുകുൻ. പടച്ച റബ്ബ് സാക്ഷിയാണ്, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് എന്റെ മനസ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ മൗലിദിന്റെ ഈരടികൾക്ക് സമാനമായ പ്രകീർത്തന വാക്യങ്ങൾ, ആ കവിതകൾ അങ്ങനെ സ്വഹാബത്ത് ചൊല്ലിയതാണ്. തങ്ങൾ മദീനയിൽ കാലുമുട്ടി സ്വഹാബത്ത് തങ്ങളെ ഈ മൗലിദിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ദിവസേതാണ്. ചരിത്രം വായിച്ചു നോക്കി. റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12. ഇനി തൗഹീദമാക്കൽ നിഷേധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം കൊണ്ട് 1500 പേജുകൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ തലക്കൽ ഇതിനെ കൊണ്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം എഴുതുന്നത് നബി തങ്ങൾ ജനിച്ച ദിവസം ഏതാണെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അത് റബീഉൽ അവ്വൽ 12 തന്നെയാണ് ജനിച്ചതെന്ന് അടിവരട്ടിട്ട് ഈ ഹിജ്റന്റെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നിറങ്ങിയതും സ്വഹാബത്ത് വരവേറ്റത്. പിന്നൊരു സംശയം ഉന്നയിക്കാറുള്ളത്, ഇസ്ലാമിലാകെ 2 ആഘോഷങ്ങളുള്ളൂ, പിന്നെ ഇങ്ങനെ 3ാമത്തെ ആഘോഷം ജന്മദിനാഘോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ 2 ആഘോഷമേ ഉള്ളൂ എന്നതിന്റെ അർത്ഥം എന്താണോ? പ്രത്യേകം വിവാദത്തുകളുള്ള ആഘോഷം 2 ഉള്ളൂ. പെരുന്നാൾ പ്രത്യേക ആഘോഷമുണ്ട്, ഈദുൽ ഫിത്ർ മാസം കണ്ടു, തക്ബീറോട് തക്ബീർ, ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കന്നെ, രാവിലെ നേരത്തെ കുളിച്ച് ഫ്രഷായി പള്ളിയിൽ പോകണം, സ്പെഷ്യൽ നിസ്കാരം, സ്പെഷ്യൽ ഖുത്ബ, പല വിഭാഗത്തിലുണ്ട്. വരുന്നതാണെങ്കിൽ അപ്പോഴേക്ക് കാലങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഉറക്കാനുള്ള പരിപാടിയാണ്. തമിഴ്നാട്ടിൽ പറ്റുമല്ല അറിയില്ല. എല്ലാം വളരെ സജീവമായി ഇല്ലെങ്കിൽ ആരുടെ ഉദഹീയത്ത് റെഡി ആയിരുന്ന പരിപാടി, ഈ തക്ബീർ നിസ്കാരം, ഒരുപാട് അടമാലുകളുണ്ട് പെരുന്നാൾ സ്പെഷ്യൽ വിഭാഗത്തിൽ. അങ്ങനെ സ്പെഷ്യൽ വിഭാഗത്തുകൾ നിശ്ചയിക്കപ്പെട്ട ആഘോഷം 2 ഉള്ളൂ എന്ന് കറക്റ്റാണ്. അല്ലാതെ ആഘോഷം ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടാവും ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക്? പെരുന്നാളൊക്കെ നിൽക്കട്ടെ, നമ്മുടെ ഉപ്പ ഗൾഫിലാണ്, വാപ്പ ഗൾഫിൽ പോയിട്ട് 3 കൊല്ലമായി. മക്കൾ ആഘോഷപൂർവ്വം കാത്തിരിക്കുക, എന്നാ വരിക വീട്ടുകാർ, ഉമ്മി വാപ്പയൊക്കെ കുട്ടി ഗൾഫിൽ നിന്ന് വരാനായി. നാളെ കാലത്ത് 8 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത് വിവരം കിട്ടി. സുബ്ഹാനല്ലാ, ആ ദിവസം ആ വീട്ടുകാരുടെ സന്തോഷം. അവർ കുട്ടികളൊക്കെ സുബഹിയുടെ മുമ്പാണ് കുളിച്ച് ഫ്രഷായി റെഡിയായി വണ്ടി അടിച്ച് കൊണ്ടുപോകാൻ പണം പോവുകയാണ്. അന്നത്തെ ആ ദിവസം കഴിഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞ എല്ലാ പെരുന്നാളുകളെക്കാളും ആഘോഷം അന്ന് ആ മുസ്ലിം കുടുംബത്തിന് അന്നായിരുന്നു, ഉറപ്പല്ലേ? പക്ഷെ പ്രത്യേക വിഭാഗമുണ്ട്, സാധാരണ വിഭാഗം. ഇതേ പ്രശ്നം. ഈ മാണ്ടക്കാട്ട ഉദാഹരണം കൂടി കാണിക്കാം. ഈ റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ മദീനയിൽ ചെന്ന് ഇറങ്ങുന്ന ദിവസം ഉണ്ടല്ലോ, മദീനക്കാരുടെ സന്തോഷം എത്രയെന്നോ? ആ സന്തോഷത്തെ കുറിച്ച് ഇങ്ങനെ തന്നെ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് അസ്സലാമി പറയുന്നത്, വലശക്ക, നിസ്സംശയം പറയാൻ സാധിക്കും. എന്ത്? അന്ന യൗമ ഖുദൂമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിറങ്ങിയ ആ ദിവസം
മദീനക്കാർക്ക് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷ ദിവസമായിരുന്നു. അതൊക്കെ ആ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷ ദിവസം ഉണ്ടാവും. രണ്ടാഘോഷ ദിനേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം പ്രത്യേക വിഭാഗത്തിലുള്ള ആഘോഷ ദിനേ ഉള്ളൂ എന്നാണ്. എന്റെ വിധത്തിൽ പ്രത്യേക വിഭാഗമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും ഇതിനുള്ള പരിപാടിയല്ലേ ഈ പ്രാവശ്യം. അല്ലേ? ഈ സ്വലാത്തുകൾക്ക് എല്ലാ കാലവും വേണ്ട, സലാം എല്ലാ കാലവും വേണ്ടതാ, പ്രവാചക പ്രജത്തിന് എപ്പോഴും വേണ്ടതാ, പ്രവാചകർക്കുള്ള മഹബത്ത് എപ്പോഴും വേണ്ടതാ. ഈ മൗലിദ് റബീഉൽ മാത്രം നടത്താം. നമ്മുടെ വീട്ടിൽ പല പരിപാടിക്ക് മൗലിദ് നടത്തും. പ്രത്യേക വിഭാഗത്തിലല്ലോ. അപ്പൊ ആ സംശയത്തിനും ഒരു പ്രസക്തിയില്ല, ഒരു ജ്ഞാനവുമില്ല. പിന്നെ മൗലിദുമായി ബന്ധപ്പെട്ട ശിർക്കുണ്ട്, കുഫറുണ്ട്. അങ്ങോട്ടാണ് ഓരോ ബാലിശമായ ചോദ്യങ്ങൾ. അകപ്പത്തെ മുജാഹിദ് വിവരക്കാരെ പണ്ടത്തെ മുജാഹിദ് അറിവുണ്ടായിരുന്നു. ദർശനമൊക്കെ പഠിച്ചു വന്ന് പിന്നെ മുജാഹിദാണ്. ഇപ്പോഴത്തെ മുജാഹിദ് അറിവ് കുറവാണെന്ന് പറയുന്നത്. അബുദുക്കൽ മിസ്കീനു നബിയെ നിങ്ങൾ അടിമ നിങ്ങളോട് താല്പര്യപ്പെടാനാവോ? നബിനോട് നിങ്ങൾ അടിമാനല്ല. അപ്പൊ നബി അള്ള ഉടമയില്ല, അന്തല്ലേ ആയിരം ശിർക്കായിരുന്നു. അബുദുക്കൽ നിങ്ങൾ അടിമാണ്. പക്ഷേ അബുദുകൾ എത്ര അർത്ഥം നടത്തി മലയാള ദൃഷ്ടരുണ്ട്. അന്മനുതായി നോക്കി പറഞ്ഞ അബുദിന്റെ അർത്ഥം അടിമല്ലാതെ നിസ്വാർത്ഥനായ സേവകൻ. അത് വെച്ചവരോടെ അബുദുക്കൽ മിസ്കീനു നബി നിങ്ങൾ നിസ്വാർത്ഥനായ സേവകൻ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾ ഉദാഹരണ എന്നാ ശിർക്കുണ്ടോ? ശിർക്കിനെ അങ്ങനെ അർത്ഥമുണ്ടോ? അത്രേ ഉള്ളൂ. പിന്നെ ചെറിയ തെറ്റിദ്ധാരണകളാണ്. ഇന്ന ഇവിടെ പ്രസംഗത്തിൽ പറയുന്നു നബി നിങ്ങൾ താമസിക്കുന്ന ഭവനം അവിടെ വിളക്ക് കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല നബിയെ. ഈ വലിയ ലോകികൾ പ്രസംഗിക്കാറുണ്ട്. സുന്നികളെ വിചാരം നബി തങ്ങൾ പറഞ്ഞ സിറാജാണ് ഖുർആനുണ്ട്, വെളിച്ചുള്ള ദീപം. ചങ്ങാതിമാരെ അത് ട്യൂബിലേക്കാണെന്നല്ല അർത്ഥം. മറിച്ച് നബിത്തങ്ങൾ ദീപാണെന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ വെളിച്ചെങ്ങനെ പ്രസരിക്കാൻ തങ്ങൾ നല്ല നബിത്തങ്ങൾ വെളിച്ചാണെന്നല്ല അർത്ഥം. തെറ്റിദ്ധാരണ എന്ന് പറയും. തെറ്റിദ്ധാരണല്ല, വിവരമുള്ള മഹാന്മാരെ ക്രോഡീകരിച്ചത്. നബിത്തങ്ങൾ വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിയുന്ന വലിയൊരു വെളിച്ചാണെന്ന കാര്യത്തിൽ സംശയമല്ല. എന്നാൽ അക്ഷരാർത്ഥത്തിൽ തങ്ങൾ വെളിച്ചായിരുന്നു, പ്രകാശമായിരുന്നു. നൂറല്ലേ തങ്ങൾ പ്രകാശം. തങ്ങൾ തിളങ്ങും പ്രകാശിക്കും. പക്ഷെ ആ പ്രകാശം ചില ഘട്ടത്തിലേ പ്രത്യക്ഷപ്പെടുള്ളൂ. അപൂർവ ചില ഘട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ഏറ്റവും അടുത്തറിയുന്ന ആളാണ് തന്റെ ഭാര്യമാരല്ലേ. തന്റെ ഭാര്യമാരിൽപ്പെട്ട ആയിഷ ആയിഷയ്ക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ ഹദീസ്. കുന്തു അഫീതു സൗബത്തി, ഒരു രാത്രി ഞാൻ എന്റെ വീട്ടിൽ എന്റെ കീഴിലെ ഒരു വസ്ത്രം സൂചിയും നൂലെടുത്ത് തുന്നി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ അങ്ങനെ കീറിയ വസ്ത്രം തുന്നാറുണ്ടായിരുന്നല്ലോ ആയിഷയുടെ കാലത്തുണ്ട്. രാത്രി സമയം വെള്ളത്തിൽ നിബന്ധത്തു അതിന്റെ ഇടയിൽ കാണിയുന്ന സൂചി താഴെ പോയി. ഇനി വളക്ക് കത്തിക്കണം. ഇന്നത്തെ പോലെ എത്ര എളുപ്പമൊന്നുമല്ല. ഇന്നലെ തീപ്പെട്ടി അന്ന് തീപ്പെട്ടി ഉണ്ടോ? അല്ല, ലൈറ്റർ ഉണ്ടല്ലോ, അത് കത്തിക്കാം. അന്ന് ലൈറ്റർ ഉണ്ടോ? ആ ഗ്യാസാണെങ്കിലല്ല പരിപാടി. ഞാനവിടെ വെച്ചു ഇരിക്കട്ടെ വിചാരിച്ചു, ഈയവിടെ നിൽക്കട്ടെ വിചാരിച്ചു. ഞാനങ്ങനെ ഉദയിരുന്നു. അശ്വീക്ക് വലിയ വയസ്സിലായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ദഹരാണ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂമിലേക്ക് കടന്നു. ആയിഷ ബീവി പറയുന്നു, തങ്ങളുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങളുടെ പൂമേനിൽ നിന്ന് ഉതിർന്നു വന്ന പ്രകാശത്തിന്റെ കിരണങ്ങൾ നിമിത്തം താഴെ വീണ് കിടക്കുന്ന സൂര്യനക്ക് വീണ്ടെടുക്കാൻ സാധിച്ചുവെന്ന് മഹദി ആയിഷ. അതാണ് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെളിച്ചം കൊടുത്തു വെക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്തത് കണ്ടു കണ്ടിട്ടുണ്ട്. ഹദീസല്ലേ? അതിനുള്ള മാലപ്പാട്ടുകൾ മുടക്കത്തിനെ ക്രോഡീകരിച്ചത്. തങ്ങളുടെ ദുനിയാവിൽ വീണുള്ള ദൂഷിയും ആയിഷ തങ്ങളുടെ ഒഴിവിനാൽ തങ്ങളുടെ പ്രകാശത്തിനാൽ താഴെ വീണ് കിടക്കുന്ന സൂചി മഹദി ആയിഷയോട് വീണ്ടെടുക്കാൻ സാധിച്ചുവെന്ന്. ഇങ്ങനെ ഇതൊക്കെ പരിശോധിച്ചാൽ അതിൽ ഒരാപാകതയും കാണാൻ സാധ്യല്ല. എന്ന് മാത്രമല്ല, അത് അനിവാര്യമായി തങ്ങളുടെ മഹബത്തിന്റെ ഒരു ബഹിർപ്രകടനമായ നല്ലൊരു പ്രവർത്തനമായി വിലയിരുത്താൻ സാധിക്കുന്നു. എല്ലാവരും ഒരു മൗലിദെങ്കിലും വീട്ടിൽ നടത്തിയ സഹോദരന്മാർ. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നു, മൗലിദ് ഒരു വീട്ടിൽ നടത്തി ആ കൊല്ലത്തേക്ക് നിർഭയത്വം നൽകും. പ്രശ്നം ഉണ്ടാവും, ഒരു സമാധാന കൊല്ലത്തേക്ക്. ഇന്ന് പെരും പ്രശ്നങ്ങളാണ്, കേൾക്കുന്നതൊക്കെ ദുരന്തങ്ങളാണ്.
ആള് ഗൾഫിൽ നിന്ന് വന്നിട്ടത്രേ. ആ എന്ത് വിശേഷിച്ച്? ഇല്ല, ക്യാൻസറാണെന്ന് പറഞ്ഞ കേരളത്തിനാണത്ര ക്യാൻസർ. ഡോക്ടർമാരോട് രക്ഷക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മൂപ്പര് അറിയിച്ചിട്ടില്ല. എന്ത് ചെയ്യും അല്ലാഹ് എന്ന് പറയാം. ഈ ദൈന്യമായ വാർത്തകളാണ്. ഇന്നാണ് മോൻ 20 വയസ്സുള്ള കുട്ടിയാണ്, മെറിഞ്ഞാന്ന് ബൈക്ക് ആക്സിഡന്റ് മരിച്ചത്രേ. ബസ് ചെന്ന് കുട്ടി. അല്ലാഹ്, ഇങ്ങനെ മാരകമായ വിഷബീജങ്ങൾ പേറിക്കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏതൊരു ഹബീബിനെയാണോ അനുസ്മരിക്കുന്നത്, ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും മാരകമായ രോഗങ്ങളും ആപത്തുകളും ദുരന്തങ്ങളും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, അപ്പൊ മൗലികത്ത് നടത്താൻ ഒരു കൊല്ലത്തേക്ക് ഒരു നിർഭയത്വം നൽകുന്ന റസൂലുള്ളാഹിന്റെ പിൻബലോ സഹായം നമുക്ക് കിട്ടുന്നതിന്റെ അർത്ഥം വളരെ പ്രധാനം. പിന്നെ ഞാൻ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞ സമസ്ത കേരള ജമിയത്തുനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആദർശ രംഗത്ത് നമ്മൾ 100% ക്ലിയർ ആണെന്ന് ബോധ്യപ്പെടുകയും നമ്മൾ ഉന്നയിച്ച ഒരു ഭാഗം പോലും ഭേദഗതി ചെയ്യാതെ തന്നെ സുന്നത്ത് ജമാഅത്തിനെതിരെ രംഗത്ത് വന്ന എല്ലാ കക്ഷികളും ആദർശ രംഗത്ത് പരാജയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, സമസ്ത എന്ന ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് തന്നെ ശ്രമിച്ചുകൊണ്ട് ചില ആളുകൾ ഇടക്കാലത്ത് രംഗത്ത് വന്നു. അവരൊക്കെ ദുരന്തം നോക്കണം. അവരും ചെറിയ ആൾക്കാരല്ല. ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം പിടിച്ച് പ്രസിഡന്റാക്കിയ ഉള്ളാൾ തങ്ങളാല് നല്ല യോഗ്യനായ പണ്ഡിതനാണ്. പറഞ്ഞിട്ടെന്താ, സമസ്തക്കെതിരെ കളിക്കാവുന്ന ചെറിയ കളിയല്ല. അത് വലിയ മഹാന്മാര് അന്ന് തുടങ്ങുന്ന സമയത്ത് ഉസ്താദ്മാർ പറഞ്ഞ കേട്ടിട്ട് സമസ്ത 1926 തുടക്കം ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. മഹാനായ ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോത്തങ്ങൾ ദ്വാ ചെയ്യാൻ 1 മണിക്കൂറിലേറെ നീണ്ടുന്ന ഭക്തിദുർഭരമായ പ്രാർത്ഥന. കാലഘട്ടത്തിൽ ജീവിച്ച വലിയ ഉലമാക്കൾ, സാദാത്തുകൾ, സൂഫിയാക്കൾ അവരാണ് അമീനിക്കുന്നത്. അങ്ങനെ സ്ഥാപിച്ച സംഘാണ് ഈ സംഘം. ഈ സംഘത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ബർക്കത്തുണ്ടാവും. അതിനെ എതിർത്താൽ ആർക്കും വിജയിപ്പിക്കാൻ കഴിയില്ല. അനുഭവം അതാ പഠിപ്പിക്കുന്നത്. വിജയിക്കുകയാണെങ്കിൽ കാമ്പ ഗ്രൂപ്പിന് വിജയിക്കാൻ സാധിക്കേണ്ടതാണ്. അവരെ പണത്തിന്റെ ആധിക്യം പറയണ്ടോ? അറബി പണമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. അതിന്റെ അപ്പുറമുള്ളതൊക്കെ സ്രോതസ്സുകൾ പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് വരും. എല്ലാ സൗകര്യം മിഞ്ഞാന്ന് വീടിന്റെ വെള്ളം കാണുമ്പോൾ എല്ലാ സ്ഥലത്തും വണ്ടിക്ക് പൈസ ഫ്രീ. ആൾക്കാർ പോയി കൊടുത്താൽ മതി. വെള്ളം അവിടുന്ന് ഫ്രീ. ഈ തോതിൽ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വാശി പിടിച്ച കാര്യങ്ങൾ പണം ഇഷ്ടംപോലെ. എന്താ, മഹാന്മാരായ സാത്വികരായ വലിയ മഹാന്മാരായ ഔലിയാക്കളെയും സാദാത്തുകളെയും വെറുപ്പിച്ചതിന്റെ ദുരന്ത ഫലം അവരനുഭവിക്കുക. ശംസുലൊക്കെ തന്നെ വല്ലാത്ത പ്രയാസം വരുന്നു. ശംസുലമാണ് വലിയ മനുഷ്യൻ. നമ്മളൊക്കെ കാണുകയും വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ആളായിട്ടും അദ്ദേഹം മഹാനവകൾ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ഈ ഉള്ളാദുകൾ. ഇവരെ പ്രസിഡന്റാണ്. ഉള്ളാൾ തങ്ങള് ശംസുലക്ക് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളാൾ തങ്ങൾ തന്റെ അടുത്ത് തന്നെ പഠിച്ചതല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മൂപ്പരപ്പുറത്ത് പിടിച്ചു വരുത്തി ഏൽപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ഒപ്പിക്കാൻ സാധിക്കും. അവർ തങ്ങൾക്ക് ശംസുലക്ക് വല്ലാത്ത വേദന ഉണ്ടായിരുന്നു. അപ്പൊ ബഹുമാനനായ നാട്ടുകവി നിങ്ങളെങ്ങനെ അപ്പുറത്ത് നിൽക്കാന്ന് ചോദിച്ചു. അപ്പോ ഇതേ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു, ഞാൻ ശംസുലന് ഈ കയ്യിൽ പഠിച്ചിട്ടുണ്ടെന്ന് ശരി, ഞാൻ പഠിച്ചത് അങ്ങോട്ടെന്നെ എടുത്തപ്പ ആ കാസർഗോഡത്തെ ഭാഷയാണ്. ഞാൻ വല്ലതും പഠിച്ചിട്ട് അങ്ങോട്ടെന്നെ എടുത്തോന്ന് പറഞ്ഞു. അതൊക്കെ കടന്ന വാക്കല്ലേ. ശംസുല പറഞ്ഞു എന്നാ പറഞ്ഞത്. ഞാൻ ദൃക്സാക്ഷിയല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുമ്പിൽ പറഞ്ഞ ഉള്ളു ഹാളായി. ഉള്ളാൾ എന്നുള്ള പേര് ആ ശംസുലമ വളരെ പദപ്രയോഗം പോലെ ഉള്ളു ഹാളായി. പുറത്ത് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ഒരു മഹാന്മാരായ ഉലമാക്കളൊന്നും അങ്ങനെ അവസാനത്തിൽ സംഭവിക്കാറില്ല. അദ്ദേഹത്തെ സ്ഥലത്ത് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊടുക്കുക. നമുക്ക് സഹതാക്കളുടെ സന്തോഷമില്ല. ഒരു സയ്യിദാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകി അനുഗ്രഹിക്കുമാറായി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സംഭവം.
വലിയ വലിയ മഹാന്മാർക്ക് അനിഷ്ടം സംഭവിച്ചാൽ, കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിക്കുന്ന, ഇവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന എന്റെ ചെവി കൊണ്ട് 2 സ്ഥലത്തേം കേട്ടാ, കോഴിക്കോടും മലപ്പുറത്തും. ആ പ്രാർത്ഥന 3-4 വാചകത്തിൽ ഒരു വാചകം മുഖം കെടുക്കട്ടെ, അണിഞ്ഞരാക്കട്ടെ. പഠിത്തം അത് മാത്രം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ എന്നും ഇതാ പ്രശ്നം. ഇപ്പൊ നമ്മുടെ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തുള്ളത് പ്രശസ്ത, നമ്മുടെ ഈ ആരോഗ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ അവർക്ക് ബിരുദത്ത ആൾക്കാരാണ്. വെല്ലൂർ ഇപ്പൊ പട്ടിക്കാട് ജാമ്യമായിട്ട് ഇപ്പൊ അടുത്തുണ്ടായിരുന്നു. ആ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അവർക്ക് പ്രശസ്തമായ തമിഴ്നാട്ടിലെ കോളേജാണ്. ആ കോളേജിന്റെ 150-ാം വാർഷികവും സന്നദ്ധാന മഹാസമ്മേളനവും കഴിഞ്ഞ ആഴ്ച നടന്നു. അപ്പൊ അവിടെ ചില സ്വാധീനത്തെ ചെലുത്തിയിട്ട് ആ സന്നദ്ധാന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ആര് വന്നു? നമ്മുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സേവ്ജി മുസ്ലിയാരെ ക്ഷണിക്കാൻ പോകുന്നു. അയാളുടെ പരിപാടിയിൽ ഞാനില്ല. നമ്മുടെ പ്രസിഡന്റ് മഹാനായ ശ്രീ കോയക്കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിച്ചു. അദ്ദേഹം തന്നെ ഞാനില്ല. നമ്മുടെ ആളുകൾ ആരും പോയില്ല. പരിപാടികൾ നിശ്ചയിച്ചാൽ പരിപാടി നടക്കണം. അവർ തമിഴ്നാട്ടിലെ കുറച്ച് പണ്ഡിതന്മാരും ചില ആളുകളെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തിന് ക്ഷണിച്ച് പരിപാടി നടക്കുക. 2 ദിവസം പരിപാടി. സമാപനത്തിലാണ് സന്നിധാനം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനാണ്. ബിരുദം വാങ്ങേണ്ട കുട്ടികളൊക്കെ ഇദ്ദേഹത്തിന്റെ അധ്യക്ഷന്റെ ബിരുദം വാങ്ങേണ്ടത്. ബിരുദം സനദാനാണ്, സനത് കൊടുക്കലാണ്. സനത് പറഞ്ഞാൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ ഇൽമി ഇന്നാൾക്ക് കൈമാറി, ഇന്നാൾക്ക് കൈമാറി, ഇന്നാൾ കൈമാറി, കൈമാറി കൈമാറി പോകുന്ന ആ ശൃംഖല പരമ്പര, അത് സഹിതം ഈ വിജ്ഞാന പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് ആ സനത് കൈമാറും. അല്ലാതൊരു സംവിധാനം നോക്കണം. അവിടെ സനത് വാങ്ങേണ്ട പണ്ഡിതന്മാർ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. സമസ്തന്റെ അറിവ് വരാത്തുന്ന അവർക്ക് പ്രശ്നമില്ല. അവർ പറഞ്ഞു, ഇയാളെ അധ്യക്ഷനായ യോഗത്തിൽ ഞങ്ങൾ സനത് വാങ്ങൂല, കാരണം ഇയാൾ അള്ളാന്റെ റസൂലിനെ വിളിക്ക് വ്യാജ സനത് ഉണ്ടാക്കിയ ആളാണ്. അങ്ങനത്തെ ഒരാളെ അധ്യക്ഷനായിക്കൊണ്ട് സനത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് സനത് കൊടുക്കട്ടെ. അവിടുത്തെ ഈ ബിരുദധാരികളായ പണ്ഡിതന്മാർ സംഘടിച്ചു, മാനേജിംഗ് കമ്മിറ്റിയെ സമീപിച്ചു. അവസാനം എത്തിച്ച സനത്താന സമ്മേളനം സനത് വാങ്ങുന്ന കുട്ടികൾ വെച്ചാൽ എന്ത് ചെയ്യും? പിന്നെ സമ്മേളനം പറ്റുമോ? ലാസ്റ്റ് അങ്ങനെ ആയിക്കോട്ടെ. അതിന് തലേന്ന് സനത് കൊടുത്തു. പിന്നെ കാന്തപുരം ചോദിച്ചു, നിങ്ങൾക്കിനാ ഭക്ഷണാക്കാൻ ഞാൻ വരുന്നത് സനതുകാലത്തിലെ സനദ്ധാന സമ്മേളനത്തിൽ ഞാൻ എന്താ തന്നെ വ്യത്യസ്തമായിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയിട്ടോ മൂപ്പർ അധ്യക്ഷനായി എത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിട്ടുള്ള ആളുകളെ കൊണ്ടാണ് പ്രസംഗിപ്പിച്ചു. അപ്പൊ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്ന് 26 കൊല്ലം മുമ്പ് കോഴിക്കോട് മുതലക്കുളത്ത് ശരീഅത്ത് സമ്മേളനത്തിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ ആ അബൂൽ ഹസൻ അലി നദ്വിന്റെ നായകത്വത്തിൽ നടത്തിയ മഹാശരീഅത്ത് പ്രക്ഷോഭ സമ്മേളനത്തിൽ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ മുജാഹിദിന്റെ ആളും ജമാഅത്തിന്റെ സ്റ്റേജിലുണ്ട്. സുന്നിന്റെ ശരീഅത്ത് സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ കൂടെ ശംസുമ വേര് വന്നിട്ടുള്ള വേറെ പാർട്ടി രൂപീകരിച്ച ആളുകൾ ഇതാ അദ്ദേഹത്തെ അധ്യക്ഷനാക്കി പ്രസംഗിച്ചു. മാത്രമല്ല അവരുടെ ആശയം, വിദാത്തിന്റെ ആശയം അവിടെ പ്രസംഗിക്കുന്ന അവസ്ഥാന ശേഷം സംജാതമായി നമ്മൾ കണ്ടുപോയി. ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. അവരാളുകൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. കടുത്ത ആശയക്കുഴപ്പത്തിലെ മഹാഭൂരിപക്ഷം അതെന്തായാലും ശരിയല്ല. പക്ഷെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ അവർ പറയുന്ന സത്യങ്ങൾ, വസ്തുതകൾ കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അതിന്റെ അകത്ത വിവരങ്ങൾ അവർ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മാത്രം രാജിവെച്ചു വന്ന ആളുകളുടെ വലിയ സമ്മേളനം, സഖാഫി സമ്മേളനം. അവരിപ്പോ ഇന്നലെ സഖാഫിമാർ രാജിവെച്ച സഖാഫിമാർ സംയുക്തമായി കോഴിക്കോട് മിഞ്ഞാന്ന് ഈ മുടി പ്രദർശിപ്പിക്കുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനം നടത്തിയപ്പോ പത്രങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു വിഷയം, ഈ മുടി കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ മുടിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ബോംബെയിൽ പോയി. ജാലിയൻവാല എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ല, ജുമയില്ലാത്തൊരു മനുഷ്യന്, ഒരു സാധു മനുഷ്യനാണ് ഈ മുടി അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആ ജാലിയൻവാല ഈ വിനീതർ പോയിട്ടുണ്ട്.
നിങ്ങൾക്ക് എവിടുന്നേലും മുടി കിട്ടിയപ്പോ ജാലിയവാല പച്ചയാ എന്നോട് പറഞ്ഞത് എന്റെ കൂടെ വേറെയും ധാരാളം ആളുകളുണ്ട്. എനിക്കിത് വല്യാപ്പ തന്നതാണ്. പക്ഷെ കാന്തപുരം സ്ഥലത്തുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി നോക്കുമ്പോ ജാലിയവാലക്ക് മുടി കൊടുത്തത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന ആളെ കൊടുത്തത് ആ സ്ഥലത്തുണ്ടാക്കി പറഞ്ഞിട്ടുള്ളത്. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഈ സുഹൃത്ത് ബോംബെയിൽ പോയി വിശദമായി അന്വേഷണം നടത്തി ജാലിയവാല മാത്രമല്ല ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന ആളെ കണ്ടുപിടിച്ചു നോക്കുമ്പോ മുകൾ ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. ജാലിയവാലയ്ക്ക് മുടി കിട്ടിയത് 40 കൊണ്ടായിരുന്നു ജാലിയവാല ഉള്ളത്. ഇയാൾ 30 വയസ്സുള്ളൂ കൊടുത്താണ്. ഇതെങ്ങനെ ഈ മഹാത്ഭുതം സംഭവിച്ചത് എന്ന് പറഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ കാന്തപുരം വിഭാഗത്തിൽ മറുപടി അല്ല, കാരണം കൃത്രിമമായി ഉണ്ടാക്കിയതല്ലേ. ഈ തരത്തിൽ അന്തിമം ബഹളായിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥാവിശേഷം അപ്പുറത്തുള്ളത്. സമസ്ത കേരള ഗവൺമെന്റുകൾക്കെതിരെ രംഗത്ത് വന്ന എല്ലാ വിഭാഗവും ദൈന്യമായ പരാജയം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തലയിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ നമ്മൾ നല്ല മുടി വിശദീകരിച്ച് നന്നായി പരിപാടി വെച്ചാൽ മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. അവരെ പ്രസംഗം വിളിച്ചാൽ ഇങ്ങനെ ഉസ്താദെ പരിപാടി കൊണ്ടിരുന്നവിടെ എന്താ പരിപാടി, ഇവിടെ മറ്റൊരു മുടിന്റെ കാര്യം പറഞ്ഞത് മുടിക്ക് പറയാൻ കഴിയില്ല, വേറെ എന്തെങ്കിലും ആണോ, ഇതാണ് മുടിക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത അവസ്ഥാവിശേഷം. നമുക്കെതിരെ രംഗത്ത് വന്ന എല്ലാ വിഭാഗത്തിന്റെ അവസ്ഥാവിശേഷം അങ്ങനെ. അവരിങ്ങനെ ഗതി കെട്ട് ചരിത്രത്തിന്റെ ഒരു ഭാഗം ഏത് തരത്തിലാണ് അവസാനിക്കുക പറയാൻ പറ്റൂല. അങ്ങനെ മാധ്യമങ്ങൾ പോലും പത്രമാധ്യമങ്ങൾ പോലും അവർ അവഗണിച്ചു തുടങ്ങി. വലിയ ഈ മുടി പ്രദർശനം മിനിഞ്ഞാൻ നടത്തി. ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ച് എവിടെ നിന്നൊക്കെ വണ്ടി വരുത്തി പരമാവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകും. ഒരൊറ്റ പത്രം അത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതിന് വാർത്തയുടെ ആൾക്കാരെ തട്ടിപ്പാണ്, ഇത് കൃത്രിമാണ്. അതേസമയം സമസ്ത കേരള ഗവൺമെന്റിന്റെ കീഴ്ഘടകങ്ങളും നിങ്ങളെ ഈ നീലഗിരി ജില്ലയിൽ എന്ന പോലെ അന്തസ്സാർന്നതിൽ കേരളത്തിലുടനീളം ഈ വിദേശ രാജ്യങ്ങളും ഭംഗിയായി പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ചാഞ്ചല്യവും നമുക്കില്ല, ഒരു പ്രതിസന്ധി ഇല്ല, അല്ലാതെ പ്രശ്നമില്ല. നിങ്ങൾ ഈ പ്രവർത്തനവുമായി നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഇത്രയും കാലം ഭാഗഭാഗിത്വം വഹിച്ച പോലെ ഞാനൊന്ന് സൂചിപ്പിച്ചു. ബഹുമാന്യ KP ഹാജി സാഹിബിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് നായക ഭംഗിയായി തുടർന്നും എക്കാലത്തും നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ആദർശം കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു കുറവില്ല, വലിയ കുറവായിരുന്നു. നമുക്ക് ഭയങ്കര ബാധ്യതയുള്ള വിഷയമാണ്. പക്ഷേ അടുത്ത കാലഘട്ടം വരെ നമുക്ക് സ്വന്തം പത്രം നടത്താൻ തന്നെ ഒപ്പിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നു. അവസാനം സമസ്ത കേരള ജമ്മിയുള്ള മുഷാവറ ഇക്കാര്യം വിലയിരുത്തി പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. പത്രത്തിൽ ഡിക്ലറേഷൻ കിട്ടി സുപ്രഭാതം ദിനപത്രം. ഇന്നതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ അതിന്റെ കലക്ഷൻ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ സുപ്രഭാതത്തിന് വേണ്ടി മാത്രം സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും ഒരു കൺവെൻഷൻ വിളിച്ചു. അതുമായി ബന്ധപ്പെട്ട വിശദമായ പ്രോജക്റ്റ് നമുക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടും. അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ഓഗസ്റ്റ് 1 മുതൽ സുപ്രഭാതം ദിനപത്രം നമ്മുടെ കൈകൾ എത്തിച്ചേരും. ആ കുറവും നികത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയകരമായി വലിയൊരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥന. സഹോദരങ്ങളെ, അതോടൊപ്പം ആ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിശദമായ പ്രോജക്റ്റ് നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നേരിട്ട് വന്ന് 20-ാം തീയതിയായിരിക്കും സുപ്രഭാതത്തിന് കൺവെൻഷൻ ഡേറ്റ് നിശ്ചയിക്കാൻ പോകുന്നുണ്ട്. നിശ്ചയിച്ചിട്ടുണ്ടോ? വിളിക്കാറ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഇന്ന് ജില്ലകൾ നടത്തും, ഇന്ന് മലപ്പുറം ജില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അറിയും, നിങ്ങൾ വിജയിപ്പിക്കും. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആ മേഖല വിജയിപ്പിക്കാൻ സാധിക്കുന്ന പ്രത്യാശയോട് പറയാതെ വിശദീകരണം വരും ആ കൺവെൻഷനിൽ. മൊത്തം കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന കന്നഡയുടെയും തമിഴ്നാട്ടിന്റെയും ഭാഗങ്ങളുമാണ് ഫസ്റ്റ് ഘട്ടം ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. പത്രത്തിൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്ത വലിയ ബഹുജനാധിപത്യ സംഘടന 3
ഏറ്റവും വലിക്കാനുള്ള ഒരു വലിയ പത്രമായിട്ടാണ് ഒരു സംഭവമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ആ നിരക്കുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വലിക്കാൻ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ മദ്രസകൾ കേന്ദ്രീകരിച്ച് ആണ് വലിക്കാൻ ചേർക്കുന്നത്. മദ്രസയിലെ മുഅല്ലിമുകൾക്കാണ് ആ ഡ്യൂട്ടി കൊടുക്കുന്നത്. ഓരോ റേഞ്ചിനും ഓരോ മദ്രസക്കും ഓരോ കോട്ടയും നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോട്ടയിലധികം ഏറ്റവും കൂടുതൽ വലിക്കാൻ ചേർക്കുന്ന ജില്ലയിലുള്ള ഒരു മദ്രസക്ക് ഓരോ ജില്ലകൾ തോറും ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വലിക്കാൻ ചേർത്ത മദ്രസ തല യൂണിറ്റ് ആ മദ്രസയിൽ മുഅല്ലിമുകൾക്ക് 1 പവൻ സ്വർണം ഒരു ഗിഫ്റ്റായി നൽകുന്നുണ്ട്. തീർച്ചയായും ഗൂഡല്ലൂരിനെ ഈ ഭാഗം ഒരു ജില്ലയായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ആ പരിഗണിക്കപ്പെടുമ്പോൾ ഈ ജില്ലയിൽ റേഞ്ചുകൾ തിരിച്ച് നമ്മൾ വലിക്കാൻ ചേർക്കുമ്പോൾ ഒരു വലിക്കാൻ ചേർക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മദ്രസക്കാർക്ക് ഏറ്റവും കൂടുതൽ വലിക്കാൻ ചേർക്കാൻ സാധിച്ചിരിക്കുക ആ മദ്രസക്ക് തീർച്ചയായും 1 പവൻ നൽകും. ഈ രീതിയിൽ ആകർഷകമായ പരിപാടികളുമായി അതിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ല കുറവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നികത്തി സമസ്തയെ ശക്തിപ്പെടുത്താൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മേളനം KP ഹാജി പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ചയും സമസ്തയുടെ പ്രവർത്തനം ഇതുവരെ വന്നിട്ടില്ല. 3 ദിവസത്തെ വലിയ സമ്മേളനം നടക്കുന്നത്. അവിടെ പ്രതിനിധി താമസിക്കാനുള്ള ക്യാമ്പ് സൗകര്യവും ഭക്ഷണവും എല്ലാം ഉണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് പോകണം. സമാപന സമ്മേളനത്തിന് ഇൻഷാ അല്ലാഹ് അത് വൻ വിജയമാക്കാൻ ആവശ്യമായ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് പോകണം. മാത്രമല്ല KP ഹാജി സൂചിപ്പിച്ചതുപോലെ ഈ 60 പതാക ഇവിടെ കെട്ടാൻ പെർമിഷൻ കിട്ടാത്ത വലിയ കാര്യമാണ്. ആദ്യം KP ഹാജി ശരിയാക്കി തന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പുറ സംഘത്തിന്റെ ശക്തി പ്രചാരണം അതുകൊണ്ട് ഈ പ്രചരണ രംഗം വിജയിപ്പിക്കണമെന്ന് കൂടി സാങ്കേതികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു നമ്മൾ പറഞ്ഞത് ഒരു ലഘു പ്രാർത്ഥന നമസ്കരിക്കുകയാണ്. 2 മിനിറ്റോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ പരിപാടിക്ക് ചിലത് സംഘാടകർക്ക് ബാധ്യത വരാത്ത വിധത്തിൽ നമ്മൾ എന്തായാലും കൂടി എടുത്താൽ എളുപ്പത്തിലും അവരുടെ കയ്യിലുള്ള കാശ് വലിയ നമുക്ക് ഭാരം വരുന്നത് അങ്ങനെ സംഖ്യകൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമുക്കത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ വരും എങ്ങോട്ട് വരണ്ട. ഇൻഷാ അല്ലാഹ് തങ്ങൾ കൂടെ തങ്ങൾ അവരുടെ കൈ കൊടുക്കും. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ആ സമയം നമുക്ക് വേസ്റ്റ് ആക്കേണ്ട, കാശ് എടുത്തോളി. റബീഉൽ അവ്വൽ മാസമാണ്. റസൂലുള്ളാഹിന്റെ പിന്നെ അത്രയും സ്വലാത്തല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമുക്ക് ഭംഗിയായി ഈ പരിപാടി അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത് പുതിയ ഒരു മദ്രസയ്ക്കുള്ള ക്ലാസ് തുടങ്ങിയിട്ടില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് നല്ല ഒരു മജ്‌ലിസ്, നമുക്കിവിടെ നിറഞ്ഞ കവിഞ്ഞൊരു മജ്‌ലിസ്, അതും പാണക്കാട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ തുടക്കം കുറിക്കാൻ സാധിച്ച സമസ്തന്റെ ഒരു പരിപാടികൾ. ഈ ബറക്കത്ത് അള്ളാഹു എന്നും ഇവിടെ നിലനിർത്തിയിട്ട് പറയാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാം. ഇതിന്റെയൊക്കെ പ്രധാന കേന്ദ്രം നമുക്കറിയാം. ഇവിടുത്തെ മൊത്തം പ്രവർത്തനങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഹാജി സാഹിബ് അവരുകളാണ്. അള്ളാഹു അദ്ദേഹം ദീർഘായുസ്സും ആഫിയത്തും ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്ത് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാം.